ആറങ്ങോട്ടുകരയിലെ ചിത്തഭ്രമക്കാർ പ്രകാശനം ചെയ്തു. അക്ഷരജാലകം ബുക്സ് പ്രസിദ്ധീകരിച്ച ബിബിൻ ആറങ്ങോട്ടുകരയുടെ പ്രഥമ നോവലായ ആറങ്ങോട്ടുകരയിലെ ചിത്തഭ്രമക്കാർ പ്രകാശനം ചെയ്തു. ആറങ്ങോട്ടുകര വിദ്യാഭോഷിണി വായനശാലയിൽ നടന്ന സാംസ്കാരിക സംഗമത്തിൽ ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ ടി പ്രഭാകരൻ സിനിമാ സംവിധായകൻ MG ശശിക്ക് പുസ്തകം നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. നാടക പ്രവർത്തക ഗീത ജോസഫ് പുസ്തകം പരിചയപ്പെടുത്തി. ടി പ്രഭാകരൻ, MG ശശി, ഹുസൈൻ തട്ടത്താഴത്ത്, KV സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. മൊയ്തീൻകുട്ടി സ്വാഗതവും എഴുത്തുകാരൻ വിപിനു നന്ദിയും പറഞ്ഞു. തുടർന്ന് നോവലിനെ കുറിച്ച് സംവാദവും ഉണ്ടായി. മാനസിക വിഭ്രാന്തിയെ കുറിച്ച് വിശ്വസാഹിത്യത്തിൽ നിരവധി കൃതികളുണ്ട്. ഹാംലെറ്റിന്റെ നാടകം, ഷേക്സ്പിയറുടെ നാടകത്തിൽ പോലും കഥാപാത്രം മാനസിക വിഭ്രാന്തിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. MT വാസുദേവനായരുടെ അസുരവിത്തിലേക്ക് ഒരു കഥാപാത്രം രംഗത്ത് വരുന്നുണ്ട്. എന്തിന് അല്ലെങ്കിൽ നിരവധി എഴുത്തുകാർക്ക് പ്രചോദനം നൽകിയിട്ടുള്ള ഒരു പഴങ്കഥകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന പന്തീരുകുലത്തെ കുറിച്ച് പറയുമ്പോഴും അവിടെ മധുസൂദനൻ നായരുടെ കവിതയൊക്കെ 12 മക്കൾ എന്ന് പറയുന്ന കവിതയിലും ഇങ്ങനെയുള്ള അസ്വസ്ഥതയുള്ള ആളുകളെ അവതരിപ്പിച്ചു പോയിട്ടുണ്ട്. എഴുത്തുകാർക്കും സാഹിത്യ ലോകത്തിനുമൊക്കെ ഒഴിവാക്കാൻ കഴിയാത്തൊരു മേഖല കൂടിയാണത്. ഇവിടെ ഇവന് നമുക്ക് തൊട്ടറിവുള്ള ഇവിടെ ഇരിക്കുന്ന പലരും നേരിട്ട് കണ്ടവരോ അല്ലെങ്കിൽ സമാന ഗതിയിലുള്ള കഥാപാത്രങ്ങളെ ജീവിതം അനുഭവിച്ചവരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നത്. കുറെ കഥകളെ അല്ലെങ്കിൽ കുറെ സന്ദർഭങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതിനൊക്കെ തന്നെ പൊതു സ്വഭാവമുള്ള രീതിയിലാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ മുഖമൊഴി തൊട്ട് അവസാനം വരെ ആറങ്ങോട്ടുകരയുടെ ഒരുപാട് പ്രത്യേകതകളെ നമുക്ക് അതിലൂടെ കണ്ടെത്താൻ കഴിയും. ഭാരതപ്പുഴ, ഇപ്പുറത്തുള്ളത് തൂക്കാനംകുന്നാണ്. അതാണ് എൻ്റെ നാട്ടിലെ പ്രകൃതി. ഹൈദ്രോസിന്റെ വീടിന്റെ കൊലായത്തിരുന്ന് ഞങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്നു എന്നുള്ള വ്യാജേന രാഷ്ട്രീയം പറയുകയും വീഡിയോ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അകത്ത് ഉള്ളില് അതൊക്കെ ഇങ്ങനെ നേരചിത്രം പോലെ ഇരിക്കുന്നത് ഒരു യാത്ര പോയി ഓടിക്കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇളം തെന്നലായെത്തും ഈ ആറങ്ങോട്ടുകരയുടെ സുഗന്ധം, ഇളം തെന്നലായെത്തും. സൂഫി സംഗീതത്തിൽ ലൈലാൻഡ് എന്നാ പറയുന്നത്. ലൈലാന്റെ സുഗന്ധം ഈ ഇടവഴിയേ വരണം, അത് അവളുടെ നിർബന്ധം. പിന്നെയാണ് നമ്മുടെ ചിത്രപ്രമാക്കാരെത്തുക. ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്ത് സുഖം, സെക്കറാത്തുൽ മൗത്ത് എന്തു രസം. എല്ലാ ഭ്രാന്തന്മാരും എത്തുന്നത് ഈ സെക്കറാത്തുൽ മൗത്ത് എന്ന മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ ഒരു അറിവിൽ വേണമത്. നല്ല രീതിയിലുള്ള ഒരു മരണം, ആ മരണത്തിലേക്ക് എത്തുക എന്നുള്ളതിലേക്കാണ് ഈ ചിത്രപ്രമാക്കാരെല്ലാം ചെന്നെത്തുന്നത്. ആ ഒരു കാഴ്ചകളിലേക്ക് ഒരു നാടിന്റെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചിന്ത, അത് നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ നോവലാണോ, എഴുത്താണോ, കഥയാണോ, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളായി സൃഷ്ടിച്ച ഈ പുസ്തകത്തിന്റെ പുസ്തക പരിചയം നടത്തിയ ഗീത ജോസഫ്, കഴിഞ്ഞ പുസ്തകത്തിന്റെ പ്രകാശന സമയത്ത് പുസ്തക പരിചയം നടത്തിയത് ഗീത ജോസഫാണ്. ഗീത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ്. പ്രിയതമാതിരി എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തു കൂടിയാണ്. ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ ചിത്രം വരച്ചത് കൂടി ഞാനാണ്. ആ ചിത്രം വരയ്ക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് ഗീതയുടെ പ്രചോദനം, ഗീതയുടെ നിർബന്ധം കൊണ്ടാണ്. ആദ്യ പുസ്തകം മുതൽ ഞാനത് എത്തിച്ചേർന്നത് ഗീത നീ വരയ്ക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ്. ആ പൊതുസമൂഹത്തിന്റെ ദാർശനികതയെ മുന്നോട്ട് വയ്ക്കുന്ന ജീവിതത്തിന്റെ പരിപ്രേക്ഷ്യങ്ങളാണ് എന്നതാണ് ഒരു സത്യം. അപ്പൊ അതൊക്കെ വലിയ അനുഗ്രഹം പോലെ നമുക്കത് വിപിനേട്ടനിലൂടെയും ആ സാഹിത്യം ആസ്വദിക്കാനും വായനയും എഴുത്തും ആസ്വദിക്കാനും തുടർന്ന് അതൊരു ആസ്വാദക സംഘത്തെ സൃഷ്ടിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ളത്